ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളിൽ ആരൊക്കെ ഇനി വരും സീസണിൽ തുടരും, അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആണ് ഞാൻ വീഡിയോയുടെ പറയുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു ഒപ്പീനിയൻ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ISL 6 വിദേശ താരങ്ങളെ സൈൻ ചെയ്യുക. ആ ഒരു ഇത് എത്തിയതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്ന ഒരു സീസൺ അത് ഈ കഴിഞ്ഞ സീസണാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോറിൻ താരങ്ങൾക്ക് ഇഞ്ചുറി പറ്റിയ സീസണും കഴിഞ്ഞ സീസണായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഈ കഴിഞ്ഞ സീസണിൽ 9ഓളം വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആരൊക്കെ അടുത്ത സീസണിലേക്ക് ഉണ്ടാവുക എന്നൊക്കെയാണ് നമ്മളിതിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു താരത്തിൻ്റെ കാര്യം കൺഫേം ആയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ദ ഗോട്ട് അഡ്രിയാൻ നിക്കോളാസ് ലൂണയുടെ കാര്യമാണ്. 2027 വരെ കരാർ പുതുക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു താരത്തിൻ്റെ കാര്യം കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്. ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശ നൽകിയൊരു വാർത്ത തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വരും സീസണിലേക്ക് ഏറ്റവും കൂടുതൽ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന രണ്ട് താരങ്ങൾ ഇത് തന്നെയായിരിക്കും. അഡ്രിയാൻ ലൂന അതുപോലെ ദിമിത്രിയോസ് ഡയമൻഡോസും ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ തുടരണമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ബാക്കിയുള്ള താരങ്ങൾ പോയാലും അത്ര കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെ ആയിരിക്കും അധിക ആരാധകരുടെ ഭാഗത്തുണ്ടാവുക. എന്നാൽ അതിൽ ഒരു താരത്തെ നിലനിർത്തി, അഡ്രിയാൻ ലൂനയെ നിലനിർത്തി ഒന്ന് നമ്മളെ ആരാധകരൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചു. എന്നാൽ അതേ നിമിഷം ഇവിടെ ദിമിത്രിയോസ് ഡയമൻഡോസിനെ വിട്ട് കളഞ്ഞിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ലൂണ ക്ലബിൽ തുടരും, ദിമി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് 5 ഫോറിൻ പ്ലേയേഴ്സാണ് ഇനി ഒരു സീസണിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ പിന്നെ നമ്മുടെ ബാക്കി 7 ഫോറിൻ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റിൻ ഇമാനുവലാണ്. അത് താരത്തിന് നമ്മൾ അവസാനം ട്രാൻസ്ഫറിൻ്റെ അവസാനം അടയ്ക്കാൻ സമയത്തായിരുന്നു പെപ്രയ്ക്ക് ഇഞ്ചുറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻസ് തിരയാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും ജസ്റ്റിന് നമ്മളെ തിരിച്ച് ലോണിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റിൻ ഒരു ISL കളിക്കാനുള്ള ക്വാളിറ്റി ആയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. താരത്തെ ഇനിയും ഒരു ലോൺ ഔട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ താരം വന്നിട്ട് ഒരു അസിസ്റ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും അറിയാലോ, ഒരു ക്വാളിറ്റി ഇല്ല. ഈ ലീഗിൽ തന്നെ നല്ല അവസരങ്ങളൊന്നും താരത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റിൻ്റെ കാര്യവും നമുക്ക് അങ്ങ് മാറ്റിവെക്കാം. ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത 2 ഏഷ്യൻ താരങ്ങളിലേക്ക് അടക്കം. ആദ്യം അപ്പോൾ ജോഷുവ സൊട്ടീരിയ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പ്ലെയറൊക്കെ ആയിരുന്നു. എന്നാൽ താരത്തിന് ഒരു മത്സരം പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിച്ചില്ല. ട്രെയിനിങ്ങിൽ വെച്ച് തന്നെ ISL പോലും രജിസ്റ്റർ ചെയ്യാൻ പോലും താരത്തെ സാധിച്ചിട്ടില്ല. നമുക്കൊരു കളി പോലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ട്രെയിനിങ്ങിൽ തന്നെ ആദ്യം വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇഞ്ചുറി പറ്റി സീസൺ ഔട്ട് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ വർഷം കൂടി കരാറുണ്ട്. താരത്തെ നിലനിർത്തണോ എന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിലനിർത്താതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വരും വർഷത്തേക്ക് നിയമത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്. മാർക്കസൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു ഏഷ്യൻ താരത്തെ സൈൻ ചെയ്യുക എന്നുള്ള ക്രൈറ്റീരിയ എടുത്ത് മാറ്റിയാണ്. അങ്ങനെ ഒരു ആവശ്യമില്ല. നമുക്ക് 6 ഫോറിൻ പ്ലേയേഴ്സ് ഏത് രാജ്യക്കാരെ വേണമെങ്കിലും നമുക്ക് സൈൻ ചെയ്യാം. ഒരു താരം ഏഷ്യൻ ആവണം എന്നുള്ള നിർബന്ധം വരും സീസണിൽ ഉണ്ടാവില്ല എന്നാണ് വരുന്ന ന്യൂസുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോഷുവ സൊട്ടീരിയെ നമുക്ക് നിലനിർത്തേണ്ട എന്നതിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്. മറ്റൊന്നുമല്ല, താരം ഇവിടെ ഒന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. താരത്തെ സൈൻ ചെയ്തു, താരത്തിൻ്റെ ഒരു കുറച്ച് കളിച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലനിർത്തുന്നതിൽ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു ഇഞ്ചുറി കഴിഞ്ഞ ഒരു വർഷത്തോളം പുറത്തിരുന്ന് ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന പ്ലെയർ എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ഇതിനു മുമ്പ് ഇവിടെ കളിച്ച് പെർഫോം ചെയ്ത ഒരു ഇതുമില്ല താരത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോഷുവ സൊട്ടീരിയെ നിലനിർത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പുതിയ താരത്തെ നോക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതുപോലെ അടുത്തത് ജോഷുവ സൊട്ടീരിയക്ക് പകരക്കാരനായിട്ട് നമ്മൾ എത്തിച്ച ദൈസുക്കി സക്കായി ആണ്. സക്കായി ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു സീസണിലുടനീളം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. 3 ഗോള് 1 അസിസ്റ്റും താരം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISL. ലൂണയുടെ ഒരു പകരക്കാരനല്ല, ലൂണയ്ക്കൊരു ബാക്കപ്പ് എന്ന രീതിയിൽ കൊണ്ടുവന്നു തന്നെയാണ്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു വിങ്ങറായിട്ട് കളിക്കുന്ന ഒരു താരമാണ് ദൈസുക്കി സക്കായി. ലൂണയുടെ ബാക്കപ്പ് എന്ന രീതിയിൽ കൊണ്ടുവന്ന് വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ പെർഫോമൻസ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. എന്നാലും ഡീസൻ്റ് ആയിട്ട് താരത്തിന് പെർഫോം ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വരും സീസണിലേക്ക് നിലനിർത്തണോ ചോദിച്ചാൽ വേണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത്രയും ഒരു പ്ലെയർ ഇല്ല ദൈസുക്കി സക്കായി. പിന്നെ അടുത്ത വിദേശ താരം ഗാനൻ താരമായ ക്വാമെ പെപ്രയാണ്. അപ്പോൾ പെപ്രയുടെ കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ അത്രയും വളരെ മോശമായിരുന്നു പെപ്രയുടെ പെർഫോമൻസ് തന്നെ പറയാം. തുടക്കത്തിൽ അത്ര രീതിയിൽ പെപ്ര കളിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. ബ്ലാസ്റ്റേഴ്സിൽ ഇനിയും ഒരു വർഷം കരാർ ബാക്കിയുള്ള ഒരു വിദേശ താരമാണ്. വെറും 23 വയസ്സ് മാത്രമാണ് താരത്തിൻ്റെ പ്രായം വരുന്നത്. ഒരു യങ്ങായിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ തുടക്കത്തിൽ അത്ര മികച്ച രീതിയിൽ വന്നിട്ടില്ലെങ്കിലും ഒരു 5-6 മത്സരം കഴിഞ്ഞപ്പോൾ താരം ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം തുടക്കത്തിൽ പാസിംഗ് ആയാലും ഒരു ഗോളുകളൊന്നും
ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിലും ഒരു ഇതുണ്ടായിരുന്നു, ഒരു കളി അത്രയും മോശമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു 5-6 മത്സരം കഴിഞ്ഞപ്പോൾ ഡിമി അതുപോലെ ലൂണൊക്കെ പരിക്കിയതിന് ശേഷം ഡിമി ആൻഡ് പെപ്ര കോംബോ സ്ട്രൈക്കിങ്ങിൽ വന്നപ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഡിമിക്ക് നല്ല രീതിയിൽ സ്പേസ് നൽകി കൊടുക്കാനൊക്കെ പെപ്രയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പെപ്രയുടെ പ്രസ്സിങ് ആയാലും എല്ലാം വളരെ അതുപോലെ സ്പീഡി ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ ഗോൾ സ്കോർ ചെയ്ത് തുടങ്ങി. ISL 12 മത്സരത്തിൽ നിന്ന് 2 ഗോളും 1 അസിസ്റ്റുമാണ് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത്. പിന്നെ സൂപ്പർ കപ്പിലേക്ക് വന്നപ്പോഴും അവിടെയും 2 മത്സരത്തിൽ നിന്ന് 2 ഗോൾ താരം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പർ കപ്പിലാണ് ഇഞ്ചുറി പറ്റി പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ പെപ്ര ആദ്യം കണ്ട പോലെ ആയിരുന്നില്ല. പിന്നെ നല്ല രീതിയിൽ സ്കില്ലെടുക്കുന്നു, ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു, അങ്ങനെയുള്ള പലതും അൺലോക്കായി വരുന്നത് പോലെയാണ് തോന്നുന്നത്. പല താരത്തിൻ്റെ ക്വാളിറ്റീസും പുറത്ത് വന്നു തുടങ്ങി. ആദ്യമൊക്കെ വളരെ മോശമായിട്ട് കളിച്ച് പിന്നീട് ഇങ്ങനെ ഓരോ ക്വാളിറ്റീസ് താരം പുറത്ത് കാണിച്ച് തുടങ്ങി. അങ്ങനെ സെറ്റായി വരികയായിരുന്നു. അപ്പോഴാണ് ഇഞ്ചുറി പറ്റി പുറത്തേക്ക് പോയത്. അപ്പോൾ താരത്തെ നിലനിർത്തണോ ചോദിച്ചാൽ നിലനിർത്തുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു മെയിൻ സ്ട്രൈക്കറെ സൈൻ ചെയ്യും, ഒപ്പം ഒരു ബാക്കപ്പ് ആയിട്ട് പെപ്രയെ നിലനിർത്തുന്നതിൽ കുഴപ്പമില്ല. ഒരു ആഫ്രിക്കൻ പ്ലെയറാണ്, അതിനുള്ള ഒരു കരുത്തും കാര്യങ്ങളൊക്കെ താരത്തിനുണ്ട്. നല്ല രീതിയിൽ ബെറ്റർ ആവും. 23 വയസ്സുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ എന്ന രീതിയിൽ നിലനിർത്തുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ലൂണയുടെ പകരക്കാരനായിട്ട് ടീമിലെത്തിയിട്ടുണ്ടായിരുന്ന ഫെഡോർ സിർണിച്ചാണ് പിന്നെ ബാക്കിയുള്ള ഒരു വിദേശ താരം. അപ്പോൾ താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ താരത്തെ നിലനിർത്തണോ എന്നതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ താരം ഇവിടെ വന്ന് മികച്ച പെർഫോമൻസ് തന്നെ കിട്ടിയ അവസരങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. 10 മത്സരം കളിച്ചു, 3 ഗോൾ 1 അസിസ്റ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താരത്തിന് ഇവിടുത്തെ കണ്ടീഷനുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു ലിത്വാനിയൻ ക്യാപ്റ്റനാണ് ഫെഡോർ സിർണിച്ച്. അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ താരം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താരം ഒരു വിങ്ങറാണ്. അപ്പോൾ വിങ്ങറാണ് താരത്തിൻ്റെ മെയിൻ ഒരു പൊസിഷൻ. ഫോർവേഡിനേക്കാളും സെൻട്രൽ ഫോർവേഡായിട്ട് കളിക്കുന്നതിനായിട്ടും. അപ്പോൾ ഒരു വിങ്ങർ എന്ന രീതിയിൽ ഇപ്പോൾ നോഹ സദോയി അതുപോലെ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥിതിക്ക് ഫെഡോറിനെ നിലനിർത്തണം എന്ന് തോന്നുന്നില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അവന് അടുത്ത 2 താരങ്ങൾ നമ്മുടെ ഡിഫൻഡേഴ്സാണ്, സെൻട്രൽ ബാക്സ്. അതിൽ ഒന്നാമത് നമ്മുടെ മാർക്കോ ലെസ്കോവിക്കാണ്. ലൂണയെ പോലെ തന്നെ ഇവാൻ്റെ ഫസ്റ്റ് സീസണിൽ ക്ലബിനോടൊപ്പം ചേർന്ന് ഈ 3 സീസണിലും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ലെസ്കോവിക്ക് അടുത്ത സീസണിലേക്ക് പോകണോ എന്ന് ചോദിച്ചാൽ ലെസ്കോവിക്കിൻ്റെ ആദ്യ സീസണിൽ നിന്ന് ഇപ്പോൾ ഈ സീസണിലേക്ക് വരുമ്പോൾ ഓരോ സീസൺ കഴിയുമ്പോഴും താഴേക്ക് ഗ്രാഫ് പോകുന്നതാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കുറവ് മത്സരം കളിച്ചൊരു വിദേശ താരം തന്നെ ആയിരിക്കും നമ്മുടെ ലെസ്കോവിക്ക്. ഇപ്പോൾ ലെസ്കോവിക്കിന് കുറേ മത്സരങ്ങളിൽ ഇഞ്ചുറി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇഞ്ചുറി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഇപ്പോൾ ലെസ്കോവിക്ക്. ചില ആവശ്യ സമയങ്ങളൊന്നും താരത്തെ ഇപ്പോൾ ലഭിക്കാതായിട്ടുണ്ട്. അപ്പോൾ താരം ക്ലബ്ബ് വിടുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അടുത്ത ഒരു വിദേശ താരം അത് മിലോസ് ട്രിഞ്ചിച്ച് ആണ്, അടുത്ത സെൻട്രൽ ബാക്ക്. അപ്പോൾ മിലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു മിലോസ് ട്രിഞ്ചിച്ച്. ഒരു യങ് ആയിട്ടുള്ള 25 വയസ്സാണ് മിലോസിൻ്റെ പ്രായമൊക്കെ വരുന്നത്. അപ്പോൾ നല്ലൊരു പ്ലെയർ തന്നെ, നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ഒക്കെ ഉള്ള നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു. ഫസ്റ്റിലൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിലേക്ക് വന്നപ്പോൾ താരത്തിൻ്റെ പല വീക്ക്നെസ്സും പുറത്ത് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. താരത്തെ നിലനിർത്തണോ ചോദിച്ചാൽ ഒരു നിലനിർത്തുന്നതിൽ കുഴപ്പമില്ല എന്നാണ് പറയാനുള്ളത്. അത്യാവശ്യം മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഗോളൊക്കെ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് മിലോസ് ട്രിഞ്ചിച്ച്. അതുപോലെ ഇപ്പോൾ ലെസ്കോവിക്കിന് പകരം അതുപോലെ തന്നെ മിലോസിനോടൊപ്പം കിടപിടിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മിലോസിനേക്കാൾ ഒരു മികച്ച ഒരു സെൻട്രൽ ബാക്കിനെ കൂടി എത്തിക്കുകയാണെങ്കിൽ മിലോസ് ഇവിടെ നിൽക്കുന്നത് കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒരു കാര്യം പറയാം, ഡിപ്പെൻഡ്സ് പുതിയ കോച്ചിൻ്റെ അനുസരിച്ചായിരിക്കും. അതുതന്നെ ആയിരിക്കും ഇനി ആരൊക്കെ ഇപ്പോൾ ലൂണയെ നമ്മൾ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള താരങ്ങളുടെ കാര്യങ്ങളൊക്കെ പുതിയ കോച്ചിൻ്റെ തീരുമാനപ്രകാരമായിരിക്കും നിലനിർത്തുക. പുതിയ കോച്ചിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുതിയ കോച്ചിൻ്റെ തീരുമാനം അനുസരിച്ചായിരിക്കും ഇനി ആരൊക്കെ നിലനിൽക്കും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോഹ സദോയെ സൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ലൂണ ഉണ്ട്, 2 താരങ്ങളുണ്ട്. അതിനോടൊപ്പം ഇനി ആരൊക്കെ ബാക്കി വരും, ആരൊക്കെ നിലനിൽക്കും എന്നുള്ളതൊക്കെ പുതിയ കോച്ചിൻ്റെ തീരുമാനം അനുസരിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക, ആരൊക്കെ നിലനിൽക്കണം വരും സീസണിലേക്ക് എന്നുള്ള രീതിയിൽ നിന്ന്. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.